ഇത് ഓൾഡ് ഡൽഹിയിലെ ജമാ മസ്ജിദ്. ഒരു വൈകുന്നേരം ഞങ്ങൾ സന്ദർശിച്ചു. 1650 1656 ഇടയിലുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 6 വർഷത്തോളം നീണ്ടുനിന്ന ഒരു കൺസ്ട്രക്ഷനാണിത്. ഏതാണ്ട് 5000-ഓളം തൊഴിലാളികൾ ഇതിനു വേണ്ടി ജോലി ചെയ്തു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ബിൽഡിങ്ങിനകത്തേക്ക് കയറിയാൽ, ഈ മസ്ജിദിനകത്തേക്ക് കയറിയാൽ നമുക്ക് കാണാൻ കഴിയുക. അതിനു ചുറ്റും എന്നും എന്ന വണ്ണം തന്നെ ഒരു പുരുഷാരം ഉണ്ടായിരിക്കും. വളരെ വലിയ ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ കോർട്ട്യാർഡിൽ ഏതാണ്ട് 25,000-ഓളം ആളുകൾക്ക് ഇരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യമുണ്ട്. അത്രയും വലുതാണ് ഇതിൻ്റെ അങ്കണം. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കൂടിയുണ്ട്. വിവിധങ്ങളായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡിന് വളരെ ഫേമസ് ആണ് ഈ ജമാ മസ്ജിദിന് ചുറ്റുമുള്ള ആ തെരുവുകൾ. അതെല്ലായ്പ്പോഴും തന്നെ ക്രൗഡഡ് ആയിരിക്കും. ആദ്യം ചെന്ന ഞാൻ വളരെയധികം ചിന്തിച്ചു, ഇതെന്താണ് ഇത്രമാത്രം ക്രൗഡ് ഇവിടെ, എന്തുണ്ടായിട്ടാണ് എന്ന് ആ ക്രൗഡിലൂടെ കടന്നു ചെന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു. എന്നാൽ അകത്ത് കയറി നോക്കുമ്പോഴെനിക്ക് മനസ്സിലായി, വിശ്വാസികൾ മാത്രമല്ല അവിടെ സന്ദർശിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള ആളുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അത്യാവശ്യം മാന്യമായ വേഷം ധരിച്ച ഏതൊരാൾക്ക് ഉള്ളിൽ പ്രവേശിക്കാം. പിന്നെ അതിൽ ടവറുണ്ട്. അതിൽ കയറിയാൽ അതിൽ ടിക്കറ്റ് എടുക്കണം. കയറി നിന്നാൽ നമുക്ക് ഓൾഡ് ഡൽഹിയുടെ നല്ലൊരു ദൃശ്യം ലഭ്യമാവുകയും ചെയ്യും. 100 രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് നിരക്ക്. ജമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമാക്കുന്നത് ഫ്രൈഡേ മോസ്ക് എന്നാണ്. ഇത് രാത്രിയിലാണ് ഏറ്റവും അധികം ഭംഗി കാണാനായിട്ട്. ഇലക്ട്രിക് ലൈറ്റുകളെല്ലാം പ്രകാശിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ദൃശ്യം വളരെ മനോഹരമാണ്. ക്രൗഡഡ് ആണ് എന്ന ഒരു വസ്തുത ഒഴിച്ചാൽ വളരെയധികം ആസ്വാദ്യകരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണിത്. ഒരിക്കൽ സന്ദർശിച്ചിരിക്കേണ്ടത് തന്നെ, അത് വർത്തായിരിക്കും. രാത്രിയിൽ വളരെ മനോഹരമാണ്. നോക്കൂ.